രാധേ, ഇന്നെന്താ സന്ധ്യക്ക് ദീപം കൊളുത്താനും ദീപാരാധന തൊഴാനുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല? ഇനിയും നിന്ന് സമയം കളയാണ്ട് വേഗം ചെല്ലുക. എന്താ പറ്റിയത് ഈ കുട്ടിക്ക്? ഇതൊരു സൂചനയാ. ഊതി ഊതി പെരുപ്പിക്കാവുന്ന എന്തോ ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട് മനസ്സില്. ഇല്ലത്തേക്ക് ഒരീസം വരണമെന്ന് വിചാരിക്കാ ഞങ്ങള്. അല്ല, അത് വന്നോളൂ, സന്തോഷേ ഉള്ളൂ. പ്ലാക്കുറിശിന്നൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആവാലോ. അല്ല, പ്രഭാകര വർമ്മയെ രവിവർമ്മയൊക്കെ അതിന് സമ്മതിക്കോ? അവർക്ക് സന്തോഷേ ഉണ്ടാവും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ? ഒന്നുമില്ല, അങ്ങനെ ഒരു ഊഹം. വർമ്മയുടെ കാര്യം പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. ദാ അതിനു മുമ്പ് ഇങ്ങെത്തി. ദീർഘായുസ. നമ്മുടെ സൗദാമിനിയെ തിരുമേനിക്ക് ബോധിച്ചിരിക്കുന്നു. എന്തായത്? അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നു. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് നിനക്കാ. ഇറങ്ങടാ വെളിയില്. ഇനി മേലാലി മാളികപ്പുറ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എന്താ ഇത്? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കാ? ഞാനിത് സൈക്കിൾ കേട്ടോ. ഇതൊക്കെ വളരെ മോശ. നല്ല ഒരു ബന്ധം അതില്ലാണ്ടാക്കിയല്ലോ നിങ്ങള്. ഏട്ടനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു. നല്ല ബന്ധം. ഞാനിതൊന്നും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഭഗവാനെ? വലിയ ഒരു ഇല്ലത്തെ ഒരേ ഒരു ആണ്ടിരി, അതും നല്ല തേജസ്സുള്ള നമ്പൂതിരി. ഇങ്ങനെ ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിങ്ങൾ എതിർത്താലും ഞാൻ ഏട്ടനോട് പറഞ്ഞ് ഇത് നടത്തിക്കും. എന്റെ ജാനു, അവൻ നമ്പൂരിയല്ല, നായരും അല്ല. പിന്നെ പിന്നെ അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. അത് പറ്റില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരായാള്? വലഞ്ഞൂലോ എന്റെ ഭരദേവതേ. നിങ്ങൾ എല്ലാരും കൂടി ഇത് നാട് മുഴുവൻ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വല്യച്ഛൻ ഇപ്പൊ ഇത് കൊട്ടി എഴുന്നള്ളിക്കാൻ പോയ എന്തിനാ? അച്ഛനാണ് മണ്ടൻ എല്ലാരും പറയാ. ആന മണ്ടൻ വല്യച്ഛൻ തന്നെയാ. ഞാൻ പിന്നെന്താ? എന്റെ മോളെ ഒരു നാലാം വേദക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് കരച്ചിലും പഴിപറച്ചിലും ഒക്കെ ആയി. ഇനി നിർത്താം. ഏതായാലും അറിഞ്ഞു. ഇനി വേറൊരു ചെവി അറിയാൻ ഇടവരരുത്. കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അറിഞ്ഞിട്ടില്ല. എന്റെ സൗദാമനിയും മോഹിനിയും ഇതറിഞ്ഞ അവര് ഹൃദയം പൊട്ടി മരിക്കും. അമ്മാമ്മന്ന് പറഞ്ഞ അത്ര ജീവനാ അവർക്ക്. അപ്പന്റെ അംബികയോ? ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ചെറിയച്ച, ഏട്ടനെ വേദനിപ്പിക്കാതെ കഴിക്കണം. നടക്കാനുള്ളത് നടക്കും. നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുത. വിവരമില്ലായ്മ കാണിച്ചാൽ ജയിലഴി എണ്ണേണ്ടി വരുന്നത് സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമാ. അത് മറക്കണ്ട. എന്നാലും ഞങ്ങളിത് എങ്ങനെ സഹിക്കും ചെറിയച്ച? സഹിച്ചേ പറ്റൂ. 101 മക്കള് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണിട്ട് ഗാന്ധാരി സഹിച്ചില്ലേ? പിന്നെയാണോ ഇത്? കയ്യിൽ വരാൻ പോകുന്നത് 10-50 ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുവകകളാണ്. അത് വേണ്ടെന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. പറയൂ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ രവി? ഇനി 3-ാം ഘട്ടം ആരംഭിക്കാമെന്ന് അയാളോട് പറഞ്ഞേക്കൂ. ചെക്ക് പെട്ടു അല്ലേ? അതെ. കുതിര, തേര്. രാജാവിന് നീങ്ങാൻ ഒരു രക്ഷയുമില്ല അല്ലേ? ഒരു രക്ഷയില്ല. സമ്മതിച്ചിരിക്കണം. ഒരു കാലാളിന്റെ മുമ്പിലാണ് രാജാവ് വീണത്. തോൽവി സമ്മതിച്ചിരിക്കണം. അല്ല, തോറ്റ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ,
രാജാവിനെ രക്ഷിക്കാൻ തന്റെ ബുദ്ധിയിൽ വല്ലതും തോന്നണുണ്ടോ? അല്ല, വെറുതെ ഒന്നറിയാനാ. ഇല്ല, അങ്ങ് ബുദ്ധിപൂർവ്വമല്ല കളിച്ചത്. നീക്കങ്ങളൊക്കെ അബദ്ധമായിരുന്നു. ഇന്ന് എനിക്കൊരു ഉത്സാഹമില്ല. ഉള്ളിലെന്തോ കിടന്ന് അങ്ങനെ വിഷമിപ്പിക്കണ പോലെ. എന്തുപറ്റി? എന്താണെന്നറിയില്ല, ഒരു മ്ലാനത. ആലോചിച്ചു നോക്കിയാ ഒക്കെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് ആലോചിക്കാണ്ടിരിക്കുക ഭേദം. തനിക്ക് ഇന്നിനി അവിടേക്ക് പോണോ അതോ ഇവിടെ കൂടണോ? അത് എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ. കിടന്നാലും ഉറക്കം വരില്ല. നമുക്ക് എന്തേലും കഥകളൊക്കെ പറഞ്ഞിരിക്കാം. എന്താ അങ്ങയുടെ ഇഷ്ടം. എന്തായി കാട്ടിയത്? ഞാൻ ഭയന്നു പോയി. രാധ വരുന്നതും കത്ത് മറിഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ കണ്ടാ വഴിമാറി പോകാനും തുടങ്ങി. ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ? എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഗുപ്തന്. നോക്കൂ, എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ്. ഞാൻ അങ്ങനെയല്ല. അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം. ഞാൻ പോണു. രാധേ, നിൽക്കൂ. ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ? ഞാൻ പാടും, ആടും, കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവൻ ഞാൻ മാത്രാണ്. എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ. എനിക്കൊന്ന് കേൾക്കാലോ. തന്നെ ഇപ്പൊ ആരാ ഇങ്ങനെ ക്ഷണിച്ചേ? എന്താ ഇത്? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? താൻ തന്റെ പാട്ടിന് പോണ്ടോ? ശല്യം. രാധേ, രാധേ. അതെ, ഓക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ? താൻ എന്നോട് മിണ്ടരുത്. രാധയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാണ്ടാക്കിയാൽ പ്രധാനി താനാ. ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക്. സ്വരം നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞനാവണമെന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും, ഓർത്തോ കൊരങ്ങൻ. കണ്ടാല് അങ്ങനെ തോന്നുന്നുണ്ട് ട്ടാ. ദക്ഷിണേന്ത്യയിൽ അവിടത്തെ പോലെ ഒരു സംഗീതജ്ഞൻ ഇല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. അത് സർക്കാരും ജനങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അല്ലാതെ ഇക്കണ്ട പുരസ്കാരങ്ങളും പത്മശ്രീ ഒന്നും അങ്ങേക്ക് ലഭിക്കില്ലല്ലോ. എന്നാൽ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ആ അനന്തൻ നമ്പൂരി പറയണേ. ഓഹോ, പറഞ്ഞുകൊണ്ടുവന്ന് എന്താണെച്ചാ, അവിടുന്ന് വൈകാതെ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വരണം. ആ കൊരങ്ങിന്റെ അഹങ്കാരം കണ്ടിട്ട് സഹിക്കില്ല. അതുകൊണ്ടാ നേരിട്ട് തന്നെ ഞാൻ വന്നത്. എന്നാ അയാളൊന്ന് കാണണമല്ലോ. കൊച്ചിരാമ, നമുക്ക് നാളെ കൊട്ടാരം വരയ്ക്കുന്നു പോണം. പോവാം. അസലായി. പക്ഷേ സാധകത്തിന്റെ കുറവ് നല്ലോണം അറിയാനുണ്ട്. കുറെ നാളായി വായിച്ചിട്ട്. ആ, ദിവസവും സാധകം ചെയ്യണം. ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്ന കഴിവുകളൊന്നും പാഴാക്കി കളയരുത്. അച്ഛാ, ഇതാരൊക്കെയാ ഈ പറഞ്ഞത്? വരിക വരിക. ഇരിക്ക. അറിയില്ലേ, രാമനാട്ടുകര അനന്തൻ നമ്പൂതിരി ഈടെ പത്മശ്രീയൊക്കെ കിട്ടുകയുണ്ടായി. വേണ്ട. അല്ല, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട. അറിയാം, അനന്തൻ നമ്പൂരിപ്പാട് എന്നല്ലേ പേര്? അതെ, ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളേ? പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അല്പൻ, ശബ്ദം കൊണ്ട് കസർത്ത് കാണിക്കുന്ന അജ്ഞൻ അല്ലേ? എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാൾക്കറിയാം. ഇടോ, ആത്മവിശ്വാസമാകാം, അഹങ്കാരം അരുത്. എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലാവണില്ല. മനസ്സിലാക്കി തരാം. എനിക്ക് തന്നോടൊത്തൊന്ന് പാടണം. കൊച്ചിരാമ, ഇനിയെങ്കിലും അങ്ങയുടെ കാല് തൊട്ട് വന്നേക്കാൻ എന്നെ അനുവദിക്കണം.
ഇനി ആരുടെ മുന്നിലും തലകുനിക്കരുത്. കള്ള ദൃഷ്ടിയാ. താൻ എങ്ങനെ വന്ന് പിറന്നു എന്റെ കുലത്തില്? ഒരു തെറ്റുപറ്റിയ അമ്മാമ്മ ഇതിന് തെറ്റെന്നല്ല പറയുക, സൂത്രം, കൊനഷ്ട. ഇങ്ങനെ ഏഷന് കൂട്ടിയിട്ട് തനിക്ക് എന്താ നേട്ടം? ആ അനന്തപുരത്തെ തന്നെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. ഇല്ല. ഇത്ര നല്ല ഉദ്യാനത്തില് എങ്ങനെയാ ഒരു മുള്ളുമുരിക്ക് വളർന്നു വന്നേന്ന്. ഇതിനൊക്കെ നല്ല ചുട്ടയടിയാ മരുന്ന്. ഇനി അദ്ദേഹത്തെ വഴക്ക് പറയണ്ട. വെറുതെ ഒരു നേരം പോക്കിന് ചെയ്തതാവും. എന്ത് നേരം പോക്ക്? കൊള്ളാവുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ നേരം പോക്ക്. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും കേട്ടാൽ ആ മൂർത്തി പറഞ്ഞതുപോലെ ഈ മുള്ളുമുരിക്ക് ഞാൻ കടക്കെ വെച്ച് വെട്ടും. മനസ്സിലായോ? ഉവ്വ്. എന്ത് ഉവ്വ? കഴുത. ആ തിരുമേനി, ഓ, ഇന്ന് അത്താഴം ഒരുമിച്ചാണ്, അങ്ങനെ വരണം. വരാം. ആ ആ. അതെ, അള മുട്ടിയാൽ ചേരയും കടിക്കുന്ന ഇപ്പൊ മനസ്സിലായി. ഹലോ മുള്ളുമുരുക്ക്, മുള്ളുമുരുക്ക് തന്റെ കൊരങ്ങൻ. എടോ, ഇന്ന് അത്താഴം ഒരുമിച്ചായിരിക്കും അല്ലേ? അതെ, ഇത് നല്ല അവസരമാണ്. ഇനി വൈകണ്ട. കൽ സുബഹ് ഇസ് മഹൽ മേ ഉസ് ബുഡ്ഢെ കാ ഇലാസ് देखना चाहिए मुझे. समझे? പുറമേ നിൽക്കണവർക്ക് തോന്നും ഉദയവർമ്മ എത്ര ഭാഗ്യവാൻ. നോക്കത്താത്ത സ്വത്തുവകകള്, പദവി, ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് കഴിയണ ഒരു സുഖിമാൻ. പക്ഷേ സത്യം എവിടെ കിടക്കണു? ഈ തീവണ്ടിയുടെ കഥ പറഞ്ഞ മാതിരിയാ. ആഹ്ലാദത്തിമർപ്പോടെ ഓടണു, ചൂളം വിളിക്കണു ഒക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലങ്ങനെ കത്തി നീറുക. ആ, ഇന്ന് താൻ പാടിയത് അസലായി. അസലെന്ന് പറഞ്ഞാ പോരാ, ഇനിയിപ്പോ മരിച്ചാലും വേണ്ടില്ലാന്ന് തോന്നി. അത്ര സുഖായി. അമീർ ഖാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു മലബാറില്. അയാളുടെ ഒരു സ്റ്റൈലാ തനിക്ക്. പണ്ട് വല്യമ്മാമ്മയുടെ കാലത്ത് ഇവിടെ വന്ന് ധാരാളം പാടിയിട്ടുണ്ട്. എന്റെ ഉറക്കറയില് ഒന്നിച്ചുറങ്ങിയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോ മരിച്ചു പോയിട്ടുണ്ടാവും. മരിച്ചു. ഉവ്വ. വിശക്കണുണ്ടോ തനിക്ക്? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അപ്പൊ ആഹാരോ? വന്നിട്ടാകാം. ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവുള്ള രാത്രിയിൽ തുറസായ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു രസമല്ലേ? ആ, ഞാനും രാമനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എന്നിട്ട് നേരം വെളുക്കോളം ഇങ്ങനെ നടക്കും അവിടെ ഇവിടെയൊക്കെ. എന്നാ പോയാലോ? ആ, നിക്ക. ബന്ധം, അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ബന്ധം ഹൃദയത്തിലാടൂ. സ്വന്തം ചോരാന്നൊക്കെ പറയുന്നത് ശത്രുവാണ്. എനിക്കാരെയും വിശ്വാസമില്ല. എന്നെയും തന്നെ എനിക്ക് വിശ്വാസം. താൻ നല്ലവനാ, ഹൃദയമുള്ളവനാ.
തനിക്കറിയോ, എന്റെ രാധ അവളാ എന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്റെ ഉണ്ണി പോയ കുറവ് തീർത്തത് അവളാ. അവൾ എന്റെ മോളാടോ, സ്വന്തം മോള്. താൻ നടുങ്ങിയോ? അടച്ചുതളിക്കാരിയിൽ തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അല്ല, അവൾ എന്റെ മോളല്ലായിരിക്കാം, എന്റെ രക്തത്തിൽ പിറന്നതല്ലായിരിക്കാം. പക്ഷെ അവൾ എന്റെ മനസ്സിൽ പിറന്നതാ, എന്റെ മാനസപുത്രി. 1000 പുത്രന്മാരുടെ സ്നേഹം എനിക്ക് തന്നുണ്ട്. എന്റെ കഥ കഴിഞ്ഞാല് അവൾക്കൊരാശ്രയം വേണം. ഒന്നിലും മോഹമില്ലാത്തവളാണ്. പക്ഷേ അവള് തന്നെ വല്ലാണ്ട് മോഹിക്കണുണ്ട്, എനിക്കറിയാം. തമ്പുരാൻ, അങ്ങ് കരുതുന്ന പോലെ ഞാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. താനിപ്പോ എനിക്ക് എന്റെ ഉണ്ണിയെ പോലെയാ. സൂക്ഷിച്ച്. എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ പ്രായ, നിന്റെ നിറവും ഇതുപോലെ കളങ്കയില്ലാത്തൊരു മുഖവും. എന്റെ കാലം നിറയപ്പോ പിടിച്ചില്ലേ ഈ കയ്യ്? ഇതെന്റെ ഉണ്ണിയുടെ കയ്യാ. അങ്ങനല്ലേ? തമ്പുരാൻ വല്ലാണ്ട് കുടിച്ചിരിക്കണു. ആന മണ്ടത്തിലാണ് താൻ കാണിച്ചത്. വിജനമായ സ്ഥലം, പാതിരാത്രി. ഒന്ന് തള്ളിയാ മതിയായിരുന്നു, കഥ കഴിഞ്ഞേനെ. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടുമോ? താൻ എവിടുത്തെ കില്ലറാണ്? ഒരു കില്ലറിന്റെ കഴിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഇത് കോഴിനല്ല കൊല്ലുന്നത്, മനുഷ്യനെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? അതെ, വെറുതെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, സിമ്പിൾ, ആർക്കും ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കൊല്ലണ നമ്മൾ കൊന്നു കാണിച്ചു തരാം, ഒരു കുഞ്ഞു പോലെ അറിയാതെ. പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത് ഒരു ചേഞ്ച് വേണ്ടേ? സംഗീതത്തിന്റെ കാര്യത്തിലായാലും കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്നലെ വേണമെങ്കിൽ കൊല്ലമായിരുന്നു. പക്ഷേ പുതുമയില്ലാത്ത പഴഞ്ചൻ രീതികൾ പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? ഒരു കില്ലറുടെ ആത്മസംതൃപ്തി എന്നൊരു പ്രശ്നമില്ലേ? മണ്ണാങ്കട്ട, കില്ലറുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പണം മുടക്കുന്നത്. ഞങ്ങളുടെ കാര്യം നടക്കാനാ. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. നിങ്ങൾക്ക് സ്വത്തുവകകൾ കിട്ടിയാ പോരെ? ഞാൻ തമ്പുരാനോടൊന്ന് സംസാരിക്കാം. ഇപ്പോഴത്തെ ഇരിപ്പ് വശം വെച്ച് പോലെ അതിന് സമ്മതിക്കും. നമുക്കൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി കൂടെ? കൊള്ളാം, നല്ല ഉപായം. താൻ വല്ല പള്ളിയിൽ അച്ഛനോ ഉപദേശമൊക്കെ ആവാൻ കൊള്ളാം. ഞാനൊരു സത്യം പറയട്ടെ സുഹൃത്തെ, ഇപ്പൊ ഞമ്മക്കും അത് തോന്നണം. ഞാനൊരു സത്യം പറയാം. തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ തമ്പുരാക്കന്മാര് മഹാപാവങ്ങളാണ്. ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് ക്ഷത്രിയ രക്താണ്. ചാവാനും കൊല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും തന്നെ ഞങ്ങൾ വിടില്ല. തമ്പുരാൻ, ഇത് വലിയ പുലിവാലയല്ല. എന്റെ പടച്ചോനെ, ഇതിൽ വന്ന് പെട്ടും പോയല്ല.